ആരോഗ്യം അമൂല്യം. ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു DMO ഡോക്ടർ ശ്രീലത എസ്. ആയുർവേദത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് 91 ആയുർവേദ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 82 ആയുർവേദ ഡിസ്പെൻസറികളും 9 ആയുർവേദ ആശുപത്രികളുമുണ്ട്. ഈ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ സർക്കാരിൻ്റെ വിധങ്ങളായിട്ടുള്ള പദ്ധതികൾ മുഖേനയുള്ള ചികിത്സകൾ നൽകി വരുന്നുണ്ട്. ഇതിൽ സ്പെഷ്യാലിറ്റി ചികിത്സകളും ഉണ്ട്, ജനറൽ മെഡിസിനുമുണ്ട്. ആയുർവേദത്തിലെ സ്പെഷ്യാലിറ്റി ചികിത്സകൾ എന്ന് പറഞ്ഞാൽ ആയുർവേദം 8 അംഗങ്ങൾ ഉള്ളതായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ കായ ചികിത്സ ആണ് ജനറൽ മെഡിസിൻ എന്ന വിഭാഗത്തിൽ നമ്മൾ നൽകി വരുന്നത്. ഇത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ ആയുർവേദ സ്ഥാപനങ്ങൾക്കൂടെയും നമ്മൾ കായ ചികിത്സാ വിഭാഗത്തിലൂടെയുള്ള സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ബാലചികിത്സ അഥവാ കൗമാരഭൃത്യം എന്ന് പറയുന്ന പീഡിയാട്രിക്സ് എന്ന വിഭാഗമാണ്. പിന്നെ ഉള്ളത് മാനസിക രോഗ ചികിത്സയാണ്. പിന്നെ ശാലാക്യതന്ത്രം എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി, അതിലാണ് ENT, ഒഫ്താൽമോളജി ഇതൊക്കെ വരുന്നത് ശാലാക്യതന്ത്രത്തിലാണ്. ശല്യതന്ത്രമുണ്ട്, അതിലാണ് സർജിക്കൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഓർത്തോപീഡിക് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ശല്യ വിഭാഗത്തിൽപ്പെടുന്നു. ഇതുകൂടാതെ വിഷചികിത്സയുണ്ട്. ഈ വിഷചികിത്സയിലാണ് നമ്മൾ ടോക്സിൻസ് മുഖേനയുള്ളതും അതുപോലെ തന്നെ അലർജിക് ആയിട്ടുള്ള സ്കിൻ ഡിസീസസ്, ഇതെല്ലാം വിഷചികിത്സയിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മുഖേന നൽകി വരുന്നുണ്ട്. നമുക്കിപ്പോൾ നൽകി വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പദ്ധതി എന്ന് പറയുന്നത്. ഇതിനെ കൗമാരഭൃത്യം പദ്ധതി എന്ന് വിളിക്കുന്നു. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നൽകി വരുന്നത്. ഇത് ഇപ്പോൾ കോഴിക്കോട്ട് പുറക്കാട്ടിയിലുള്ള AC ഷൺമുഖദാസ് മെമ്മോറിയൽ ചൈൽഡ് ആൻഡ് അഡോളസൻ കെയർ സെൻറ്റർ മുഖേനയും അതുപോലെ തന്നെ വടകര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി മുഖേനയുമാണ് ഇപ്പോൾ അത് നൽകി വരുന്നത്. ഇതുകൂടാതെ ദൃഷ്ടി എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് 30% സ്കൂൾ വിദ്യാർത്ഥികൾ കാഴ്ച സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുള്ള പഠനത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരമൊരു പദ്ധതി രൂപം കൊടുത്തിട്ടുള്ളത്. അത് ഇവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും എല്ലാം ബാധിക്കുന്നു എന്ന് കണ്ടിട്ട് ഈ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സാ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികളാണ് ഈ ദൃഷ്ടി പദ്ധതിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ അരുണിമ എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ വിളർച്ചാ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, പരിഹാരങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഉദ്ദേശിച്ചിട്ടുള്ള അരുണിമ എന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതുകൂടാതെ ആയുർവിദ്യ, ആയുസ്സിനും ആരോഗ്യത്തിനും ഹിതമായ ജീവിതശൈലി. ആയുർവേദത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് സുഖായുസ്സും ഹിതായുസ്സും. നമ്മൾ സാധാരണ സുഖത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടാനാണ് കൂടുതലും, അതിനുള്ള ടെൻഡൻസിയാണ് മനുഷ്യർക്ക് പൊതുവെ ഉള്ളത്. ഇന്ന് അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇതിൽ നിന്ന് മാറി കുട്ടിക്കാലം മുതൽക്കേ അവരിൽ ഹിതമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ആയുർവിദ്യ എന്ന പേരിൽ. ഇത് നാഷണൽ ആയുഷ് മിഷൻ്റെ ഫണ്ടിങ് മുഖേന നടത്തി വരുന്ന പദ്ധതിയാണ്. ഇതുപോലെ തന്നെ സ്പന്ദനം, ഇത് ജില്ലാ പഞ്ചായത്ത് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇത് പുറക്കാട്ടിരി നെൽമേൽ പറഞ്ഞ സ്ഥാപനത്തിലാണ് നമ്മൾ നടത്തി വരുന്നത്. ഇത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് 9 സെൻറ്ററുകളിലായിട്ട് ജില്ലയിലുടനീളവും അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നും എല്ലാം ഇവിടെ കുട്ടികൾ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഇത് കേരളത്തിലെ തന്നെയല്ല, ഇന്ത്യയിലെ തന്നെയും സർക്കാർ ആയുർവേദ മേഖലയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം ഡിവോട്ട് ചെയ്തിട്ടുള്ള ഏക സ്പെഷ്യാലിറ്റി സെൻ്ററാണെന്നുള്ള സവിശേഷതയും കൂടിയുണ്ട്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുള്ള ഒരു പദ്ധതിയാണ് പ്രസൂതി ആൻഡ് സ്ത്രീരോഗ പദ്ധതി എന്ന് പറയുന്നത്. അത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അവരുടെ ആരോഗ്യ ശാക്തീകരണം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപൂർണമായ ഗർഭകാല ചര്യകൾ, അതുപോലെ തന്നെ പ്രസവകാല പരിചരണം, നവജാത ശിശുവിൻ്റെ പരിചരണം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ളതാണ് പ്രസൂതി പദ്ധതി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നിലവിലെ നൊച്ചാട് ആയുർവേദ ആശുപത്രിയിലാണ് ഇതിൻ്റെ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് സംസാരിച്ചത് DMO ഡോക്ടർ ശ്രീലത എസ്.